നമ്മൾ നേരത്തെ പ്ലഷർ ഈറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ടെലിവിഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ കുട്ടികളെ കുറച്ച് നേരം കരയാതിരിക്കാനൊക്കെ വേണ്ടി ഭക്ഷണം കൊടുത്ത് ശീലിപ്പിക്കുന്ന ഒരു പരിപാടി, അതല്ലേ ശരിക്കും നമ്മൾ പ്ലഷർ ഈറ്റിങ്ങിൻ്റെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ തുടക്കമായി മാറുന്നത്? പ്രത്യേകിച്ചും വീട്ടുകാർ തിരക്കായിരിക്കും, അല്ലെങ്കിൽ കുട്ടി കരയുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും പാക്കറ്റിൽ വാങ്ങിച്ച എന്തെങ്കിലും ഭക്ഷണവും കാർട്ടൂണും ഓണാക്കി വെച്ച് ഇരിക്കും. പക്ഷേ ഈ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും, അതിനകത്ത് ആക്ഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ക്രമേണ ഒരു പൊണ്ണത്തടി ചെറുപ്രായത്തിൽ തന്നെ ഒരു നല്ല വണ്ണമാവുന്ന എത്രയോ കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഹാബിറ്റ് അവർ വളരും തോറും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. പിന്നെ അവർ പ്രായമായി വന്നു കഴിഞ്ഞാലും ജോലി ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും ഈ ടി വി കാണുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുക, ആ ടൈമിൽ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. സിനിമയ്ക്ക് പോകുമ്പോഴും അതെ, പലരും ഇപ്പോൾ സിനിമയ്ക്ക് പോകുന്നത് തന്നെ ഫുഡ് എക്സ്ട്രാ കഴിക്കാനുള്ള ഒരു അവസരം കൂടി മുതലാക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടിൽ പോകുന്നവരുണ്ട് ഫുൾ ടൈം. അല്ല, അത് ഞാനൊരു കാര്യം ഇപ്പം നമ്മുടെ സ്വന്തം കാര്യത്തെ പോലെ ആലോചിച്ച, വീട്ടിൽ നിന്ന് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു പോയാലും തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പോപ്കോൺ അതും എന്തെങ്കിലും കഴിച്ചില്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ അതിന് ഒരു ഇൻകംപ്ലീറ്റ് ആണെന്നൊരു തോന്നൽ എല്ലാവർക്കും. അതായത് കൾച്ചറലായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നോ എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും അറിയുന്നില്ല. നമ്മൾ കൃത്യമായിട്ടും വേണ്ട, എനിക്ക് ആ സാധനം വേണ്ട എന്ന് പറയാൻ മാനസികമായിട്ട് തയ്യാറാണ്. ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ മീ, ഐ ഡോണ്ട് വാണ്ട്, ഐ ആം ഡയറ്റിംഗ് എന്ന് പറയാനായിട്ട് ഒരു മാന്യത കുറവും കാണിക്കണ്ട. ഞാൻ മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രമേഹ രോഗിനോട് മധുരമുള്ള ചായ കുടിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് ചോദിച്ചിട്ട് അത് മധുരമുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്. അത് തുറന്നു പറയണം, എനിക്ക് മധുരമുള്ള വേണ്ട എന്ന് പറയാനുള്ള മാനസികാവസ്ഥ അയാൾ നേടണം. അതേപോലെ തന്നെ രോഗമൊന്നും ഇല്ലെങ്കിൽ സോറി, ഐ ആം ഡയറ്റിംഗ്, ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ്, എനിക്കിപ്പോൾ കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കഴിച്ചിട്ട് വന്നത്, അത് കൃത്യമായിട്ട് പറയണം. അല്ല, ഈ പ്ലഷർ ഈറ്റിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്ട്രെസ് ഈറ്റിംഗ്. അതുകൊണ്ട് അത് വളരെ കൂടുതലാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെന്ന് പറഞ്ഞാൽ സ്ട്രെസ് വരുമ്പോൾ ബോത്ത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ, ഈ രണ്ട് അവസ്ഥയിലും ആൾക്കാർക്ക് ഈറ്റിങ്ങിനുള്ള പ്രോബ്ലംസ് വരും. പ്രത്യേകിച്ചും ആങ്സൈറ്റി വരുന്ന പല ആൾക്കാരും ആ സമയത്ത് കുറയുന്ന പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം തീരെ കഴിക്കൽ കുറയുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണം ഓവറായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ രണ്ട് അവസ്ഥയിലേക്കും പോകുന്നുണ്ട്. അതിൻ്റെ എക്സ്ട്രീം എൻഡിലൊക്കെയാണ് അനറക്സിയ നെർവോസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാണ്ട് എല്ലും തോലുമായിട്ട് വളരെ ഫോൾസ് ബോഡി ഇമേജ്, അതായത് കുട്ടി എല്ലും തോലും ആയിരിക്കും, പലപ്പോഴും പെൺകുട്ടികളായിരിക്കും, പക്ഷേ അവർക്ക് തടിച്ചിരിക്കുക എന്നൊരു തോന്നലുണ്ട്. ഭക്ഷണം പരിപൂർണമായിട്ട് കഴിക്കാത്തൊരവസ്ഥ, വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയെ അപൂർവമായി മരിക്കുന്നൊക്കെ അവസ്ഥ. അതേ സമയത്ത് അവരുടെ സ്ട്രെസ്, ആങ്സൈറ്റിയും സ്ട്രെസ് എല്ലാം കൂടി അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, നമ്മളെ മരിച്ചുപോയ പ്രിൻസസ് ഡയനയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നെന്നാണ് പിന്നീട് പറയപ്പെട്ടിരുന്നത്. അതായത് സ്ട്രെസ് വരുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയും പിന്നീട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ച് കളയുന്ന അവസ്ഥ, ബുളീമിയ എന്ന് പറയും. അങ്ങനത്തെ പ്രശ്നമുള്ള പല ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുക, അവരറിയാണ്ട് അമിതമായി ഭക്ഷണം കഴിക്കുക. പല ആൾക്കാരും ഇപ്പോൾ ഡയനയുടെ ഒക്കെ കേസിൽ അവർ അറിഞ്ഞിട്ട് ചെയ്തിട്ടെന്ന് പറയാം. പക്ഷേ മറ്റു പലരും അറിയാണ്ട് സ്ട്രെസ് വരുമ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയിലും അത് കഴിക്കുമ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് അതിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു എസ്കേപ്പ് മെക്കാനിസം, ഒരു പെയിന് മറികടക്കാൻ വേണ്ടി വേറൊരു പ്ലഷർ അറിയാതെ. അത് തന്നെ. കാരണം പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഈ ഡോപ്പമൈൻ റിലീസ് ഉണ്ട്. നേരത്തെ ഡോക്ടർ മെഹ്റൂറാജ് പറഞ്ഞ മാതിരി തന്നെ ഒരു പ്ലഷർ, ആ പ്ലഷർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ താൽക്കാലികമായിട്ടൊന്ന് മറക്കുന്നു. അത്രേ ഉള്ളൂ. അത് താൽക്കാലികമാണ്. അതിനുശേഷം അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അതിൻ്റെ പുറകെ വരികയും ചെയ്യും. അപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവർ അത് പ്രത്യേകിച്ചും കുടുംബത്തിനും ബാക്കിയുള്ളവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ആവശ്യമില്ലാത്ത സമയത്തും ഇതേമാതിരി പാക്കറ്റിലുള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തിന്നുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പ്രശ്നമുള്ള വളരെ അധികം ആൾക്കാരുണ്ട്. പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നു സർവ്വസാധാരണമായി കാണുന്ന രണ്ട് തരം ഈറ്റിംഗ് ഇത് രണ്ടുമാണ് തോന്നുന്നത്. ഒന്ന് പ്ലഷർ ഈറ്റിങ്ങും മറ്റൊന്ന് സ്ട്രെസ് ഈറ്റിങ്ങും. നോർമൽ ഈറ്റിങ്ങും പലർക്കും ഇപ്പോൾ ഇല്ലയെന്ന് തോന്നുന്നു. അല്ല, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണണമല്ലോ ഈ മദ്യപാനത്തിലൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ. പലപ്പോഴും ആദ്യമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉള്ളപ്പോഴാണ് അത് കഴിച്ചൊക്കെ തുടങ്ങുന്നുണ്ടാവുക. പിന്നെ അതൊരു ശീലമായിട്ട് മാറുന്ന ഇതിന്റെ ചെറിയ എലമെന്റ് അതിൽ നമുക്ക് കാണാം അല്ലെ. പലപ്പോഴും മദ്യപാനത്തിന്റെ സ്റ്റാർട്ടിങ് സുഹൃത്തുക്കളും സഹപാഠികളും കുടുംബക്കാരും ഒക്കെ തന്നെയായിരിക്കും മദ്യപാനത്തിന്റെ ആ സ്റ്റാർട്ടിങ്. പിന്നീട് അവര് അത് പഴകി കഴിയുമ്പോൾ പിന്നെ അവര് അതിൽ PhD ഒക്കെ എടുത്തുന്നിരിക്കും. മദ്യം കഴിക്കുമ്പോൾ ഭക്ഷണം കൂടുതൽ കഴിക്കുമല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെയുള്ള ടച്ചിങ്സ് എന്ന്, നമ്മുടെ ഭാഷയിൽ ടച്ചിങ്സ് എന്ന് പറയുന്ന പലതും അത് പ്രത്യേകിച്ചിട്ട് കലോറിക് മൂല്യമുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൂടുതൽ
കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ പിന്നെ മദ്യത്തിന് തന്നെ ഒരുപാട് കലോറി കണ്ടന്റ് ഉണ്ട്. എംപ്റ്റി കലോറി എന്ന് പറയും. കാരണം നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കാലറി മൂല്യം മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് വിറ്റമിൻസ് കിട്ടുന്നുണ്ട്. അത് വിറ്റമിൻസ്, മിനറൽസ്, പിന്നെ വളരെ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ അതായത് വളരെ രോഗപ്രതിരോധ ശക്തി ലഭിക്കാനും പ്രായം, അതായത് കോശങ്ങൾക്ക് പ്രായം ഉണ്ടാകുന്നത് തടയാനൊക്കെ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് വസ്തുക്കൾ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മദ്യം കഴിക്കുമ്പോൾ പ്യൂർലി ആൽക്കഹോൾ അതിനകത്ത് നിന്ന് കാലറി മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതാണ് വളരെ മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാർ ശാരീരികപരമായിട്ട് വളരെ അൺഹെൽത്തി ആയിരിക്കും. അവർ രോഗപ്രതിരോധശേഷി വളരെ കുറവാണ്. സാംക്രമിക രോഗങ്ങളൊക്കെ വരും, ടി വി വരുന്നതൊക്കെ. അപ്പോൾ ഇതോട് ചേർന്ന് തന്നെ നമ്മൾ പറയുന്ന വേറെ കാര്യം, നമ്മൾ ഈ ഭക്ഷണം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ, അത് അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു സദ്യ നടത്തുന്നു. അപ്പോൾ നമ്മൾ പരമാവധി ഇത്ര ഭക്ഷണം, എൻ്റെ സദ്യയിൽ ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും ആളുകൾക്ക് അത് കഴിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല മറ്റുള്ളവരെയും കൂടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അല്ല, ഫുഡ് വേസ്റ്റിംഗ് ഈ പറയുന്നതിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ള മറ്റൊരു ഒരു ബിഹേവിയറൽ ഒരു ഡിഫ്ലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലോകത്തിൽ പറയുന്നത് ഈ എത്ര 100 ബില്യൺ ടൺ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. മാത്രമല്ല അത് കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഈ ബഹിർഗമിക്കുന്ന വാതകങ്ങൾ കൊണ്ടുണ്ടാകുന്ന 4 ഇരട്ടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങൾ ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്നത്. ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് അമിതമായ ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ഇപ്പോൾ സബ് സഹാറൻ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട്, ഒരു മാനവിക പ്രശ്നമുണ്ട്, ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഒരു നിയമ പ്രശ്നമുണ്ട്, പാരിസ്ഥിതിക പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പം ഫുഡ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ലിറ്ററസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്ലേറ്റിലെടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതും നേരത്തെ പ്രൊഫസർ വർഗീസ് പറഞ്ഞ പോലെ ഈ വെസ്റ്റേണേഴ്സ് ചെയ്യുന്ന ചില നയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വലിയ വലിയ ഹോട്ടലിലൊക്കെ പോയി നിൽക്കുമ്പോൾ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മനസ്സിലാവും ഒരു വലിയ പ്ലേറ്റിൽ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മളിത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിലക്ക് എല്ലാം കൂടെ ഫില്ല് ചെയ്ത് പിന്നെ കുറേ കൊണ്ടേ കമഴ്ത്തി വേസ്റ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ സ്വായത്തമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ബോധങ്ങളാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അവിടെ എക്സ്ട്രാ ഫൈൻ ഉണ്ട് പോലും, അങ്ങനെ പോലും ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ ടാക്സ്, ഷുഗർ ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നതിന് എക്സ്ട്രാ ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ടാക്സ് വരെ ചെയ്താൽ അവർക്കൊരു ഇത് അധികം ഉപയോഗിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിൽ വലിയൊരു നമ്മുടെ മെഡിക്കൽ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് വലിയൊരു മാനസിക പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന കാര്യങ്ങൾ പരമാവധി എടുക്കുക എന്നുള്ളത്, നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഭക്ഷണ സാധനമായാലും വേറെ എന്ത് കാര്യമായാലും ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇപ്പം നേരത്തെ നമ്മളൊരു ബഫേയിൽ പോയാൽ അവിടെ ഒരുപാട് ഐറ്റം ഉണ്ടെങ്കിൽ പരമാവധി ഐറ്റം ഒന്ന് എടുത്ത് കഴിച്ച് നമ്മളെന്തൊക്കെ നേടിയെടുത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ല, അത് ഈ ഫുഡും ഈ പ്ലഷറുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ടാണ്. നമ്മൾക്ക് ഒന്ന് നന്നായിട്ട് ഇപ്പം കല്യാണം മാതിരിയുള്ള ഒരു സ്ഥലത്ത് സദ്യക്ക് പോകുമ്പോൾ കല്യാണം സാധാരണ ഒരു മലയാളി സദ്യ ആണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡാണ്. ഓക്കെ, മേ ബി പായസത്തിൻ്റെ നമ്പർ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും, ബാക്കിയെല്ലാം ഏത് സ്റ്റാൻഡാണ്. പക്ഷേ വൈകുന്നേരങ്ങളിലുള്ള ഇപ്പോഴത്തെ ടൈപ്പ് ബുഫേ എനിക്ക് 15-30 വരെ ഐറ്റംസ് ഒക്കെ ഉള്ള കല്യാണ സദ്യ ഞാൻ കണ്ടിട്ടുണ്ട്. പല വെറൈറ്റി, അതായത് ഇന്ത്യൻ ഫുഡ്, അത് തന്നെ ഏത് ടൈപ്പും, ഫോറിൻ ഫുഡ്, എന്താ പറയണ്ട, അറബിക് ഫുഡ് എന്ന് പറയണ്ട, എന്താ പറയണ്ട, ഒരു ഫുഡ് മേള മാതിരി ഇരിക്കും. ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കഴിക്കണമെന്ന് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ കാണുന്നതൊക്കെ പിടിച്ച് എടുത്ത് പ്ലേറ്റിലിട്ടിട്ട് പിന്നീട് അവസാനം അതിനുള്ള പകുതി മുക്കാനും വേസ്റ്റ് ആക്കുന്ന ഒരവസ്ഥ വളരെ കൂടുതലാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആ അളവ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. വെറുതെ കിട്ടുകയാണ്, അല്ലെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വന്നതാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് അറിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. രണ്ടാമത്തേത്, ഫുഡ് എടുത്ത് വേസ്റ്റ് ചെയ്യുന്നത് അതൊരു പാവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഡോക്ടർ മെഹറൂഫ് പറഞ്ഞില്ലേ, ലോകത്തിൽ എത്രയോ സ്ഥലത്ത് ആളുകൾ പട്ടിണിയായിട്ട് ഇപ്പോഴും മരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് വേസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ്സ് വേസ്റ്റഡ്. അത് ഫുഡല്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് തൊട്ടുപോയാൽ വേറൊരു മനുഷ്യൻ അത് തൊടില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് തെറ്റാണ് അല്ലേ? പക്ഷേ എത്രയോ വേസ്റ്റാണ് കല്യാണ വീടുകളിൽ. എനിക്കൊന്ന് കല്യാണ സദ്യകളിൽ ഇങ്ങനത്തെ പാർട്ടികളിലും കഴിക്കുന്നേക്കാളും കൂടുതൽ ഭക്ഷണം വേസ്റ്റായിട്ട് തള്ളുകയാണെന്നാണ് സംശയം.
അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ അതിനകത്തൊരു പാപത്തിൻ്റെ കാരണം ഭക്ഷണത്തിനോട് ഇപ്പം ക്രിസ്ത്യൻ കസ്റ്റംസിൽ ഭക്ഷണം കണ്ടാൽ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ വിശിഷ്ടമായ സംഗതി ആയതുകൊണ്ട് അതിനെ നമ്മൾ ബഹുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സത്യത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ അങ്ങനെയാണല്ലോ, സ്വർഗസ്നായ പിതാവേ, അന്നന്ന് ആഹാരം ഞങ്ങൾക്ക് തരണേ. അതെ, അന്നം തരുന്ന ദൈവം. അപ്പോൾ അന്നം എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള പ്രാർത്ഥന പോലെ തന്നെ ഈ മുമ്പിലിരിക്കുന്നതിനോടൊരു പ്രാർത്ഥനയുണ്ട്. ഇത് വളരെ വിശിഷ്ടമായ സാധനമാണ്. അപ്പോൾ അതിനെ സത്യം പറയാൻ നിന്ദിക്കുകയും അവമാനിക്കുകയും ചെയ്യാണ് നമ്മളിങ്ങനെ ആവശ്യമില്ല എടുത്തിട്ട് കുറെ വലിച്ചെറിയാന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു പാഠം കൂടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഈ പണ്ട് കാലത്ത് നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ളത് ഭക്ഷണത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക, അതോടൊപ്പം നമ്മളെ ചുറ്റുമുള്ള ആളുകളെ കൂടെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത്. ആ ഒരു നിയമത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോയപ്പോഴാണ് അത് നമുക്ക് തന്നെ അമിതമായ ഭക്ഷണം നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുകയും ഒരുപാട് രോഗങ്ങൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ളൊരു ഭക്ഷണ രീതി, ഒരു ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നുണ്ട് പരമ്പരാഗതമായ ഭക്ഷണങ്ങൾ നല്ലതായിരുന്നു. ഇപ്പോൾ ഈ പുതിയ ഫുഡ് കൾച്ചർ എന്നും പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളെ ഈ ഭക്ഷണശീലത്തെ സ്വാധീനിച്ചത്. അത് സത്യമാണോ? ഞാൻ എപ്പോഴും ഫുഡിനെ പറ്റിയിട്ട് ആൾക്കാർ സംശയം ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ പൂർവികർ ഏതുതരം ഭക്ഷണങ്ങളാണ് വർഷങ്ങളോളം കഴിച്ചിരുന്നത്, എന്നിട്ട് അവർക്ക് ആരോഗ്യത്തിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ അവർ ആ ഫുഡ് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ. നിങ്ങളുടെ പൂർവികർ കഴിച്ചിരുന്ന ഒരു ഭക്ഷണ രീതി, അവർ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന ഒരു ഭക്ഷണ രീതി, ജനറലി അവർക്ക് ആരോഗ്യത്തിന് മെച്ചമുള്ളതുകൊണ്ടാണ് അവരത് തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ആ വിധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. രണ്ടാമത്, അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പുരാതനമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ വെള്ളത്തിൽ വേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപൂർവം ആവിയിൽ വേവിക്കുന്നത്. വറക്കുന്നത് ഭക്ഷണം പ്രാക്ടിക്കലി വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിശേഷ ദിവസങ്ങളിലൊക്കെ മാത്രമേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോഴേ ഈ വറുത്തതും പൊരിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മിക്കവാറും വെള്ളത്തിൽ വേവിക്കുന്നതും ആവിയിൽ വേവിക്കുന്നതും ഒക്കെ ആയിട്ട്. അതിൽ തന്നെ കൂടുതലും അരി അല്ലെങ്കിൽ ചോറല്ലെങ്കിൽ പലപ്പോഴും ചോറായിട്ടായിരുന്നു കഴിച്ചിരുന്ന, കഞ്ഞിയായിട്ടായിരുന്നു. പിന്നീട് പച്ചക്കറികൾ, കുറച്ച് മത്സ്യം, ഇറച്ചിയൊക്കെ വളരെ അപൂർവമായിട്ടാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആഴ്ചയിൽ ഒരിക്കൽ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേരളീയർക്കിടയിൽ. ബാക്കി ദിവസങ്ങളിലൊക്കെ സാധാരണഗതിയിൽ അരിയും കഞ്ഞിയും പയറും ഇതൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഗോതമ്പ്, എനിക്കൊന്നൊരു അരിയുടെ ക്ഷാമം വന്നപ്പോൾ 60കളിലാണ് ഗവൺമെൻറ് തന്നെ ഇവിടെ ഗോതമ്പ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിനുശേഷം ഗോതമ്പിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്തത്. ഒന്നും അതിനുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഗോതമ്പിൻ്റെ അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ പ്രശ്നം വന്നത് മുഴുവനും ഇപ്പോഴത്തെ ജനതയ്ക്ക് പലപ്പോഴും അവർക്ക് പഴയ വിധത്തിലുള്ള ആഹാര രീതിയോടൊന്നും താല്പര്യമില്ല. രണ്ട്, അതുണ്ടാക്കാനുള്ള അറിവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നായിട്ടുള്ള ഭക്ഷണ രീതി, അത് പെട്ടെന്ന് തയ്യാറാക്കുന്ന വിധത്തിലുള്ള ഭക്ഷണങ്ങളാണ് എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം പ്രത്യേകിച്ചും പുതുതായിട്ട് കല്യാണം കഴിച്ച് കുടുംബമായിട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോട് പോലും യാതൊരു താല്പര്യമില്ല. അവർ ഇപ്പോൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള ഫുഡും ഏത് റെസ്റ്റോറൻറ്റിലെ ഫുഡും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലെത്തും. അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ. അപ്പോൾ പിന്നെ എന്തിനു ബുദ്ധിമുട്ടി പാകം ചെയ്യണോ എന്നുള്ള ആലോചിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഭക്ഷണം ചെയ്യുന്നതും പുറത്ത് ഭക്ഷണം ചെയ്യുന്നതും എന്തുകൊണ്ടാണ് ആൾക്കാർ പുറത്തുനിന്നുള്ള ഭക്ഷണം ഇത്ര ഇഷ്ടപ്പെടുന്നത്? അതായത് വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ മസാലകളും എല്ലാം ഒരു ലിമിറ്റിലേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഹോട്ടലുകാർക്ക് ആ ഭക്ഷണം വെക്കുന്ന ഒരു ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ മാക്സിമത്തിൽ വിറ്റില്ലെങ്കിൽ അവിടെ ആൾ കയറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ വിധത്തിലുള്ള ചേരുവകളും അതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചിക്കൻ കറി തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കും തോറുമാണ് അതിന് ടേസ്റ്റ് കൂടി വരിക. മസാല കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടി വരിക. നമ്മൾ വീട്ടിൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കും. സ്വാഭാവികമായിട്ടും ഇതേപോലത്തുള്ള ഭക്ഷണം നമ്മൾ ദിവസവും കഴിക്കുമ്പോൾ എല്ലാത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി നാം അറിയാണ്ട് തന്നെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ വളരെ സത്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് വസ്തുക്കളുടെ ഒരു പരസ്യം ഉണ്ടല്ലോ. അതിപ്പോൾ ചെറിയ കുട്ടികൾ പോലും അവർ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ടെലിവിഷൻ്റെ മുന്നിൽ ഇരുത്തി അവർക്ക് വാരിക്കൊടുക്കും. ആ സമയത്ത് അവർ കാണുന്ന ചിത്രങ്ങളൊക്കെ വളരെ വർണ്ണാഭമാണ്. അതും ഒരുപാട് ആളുകൾ എൻഡോസ് ചെയ്തുകൊണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർസൊക്കെ എൻഡോസ് ചെയ്യുന്ന പല ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കാണും.
അപ്പോൾ ഇത് നമ്മുടെ ഭക്ഷണശീലത്തെ ഈ വളർന്നു വരുന്ന കുട്ടികളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്. കാരണം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ ജനിക്കുന്ന കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ അവർ ടി വിയും സ്ക്രീനിലും കാണുന്നുണ്ടല്ലോ. അപ്പോൾ മാത്രമല്ല നമ്മുടെ മിക്കവാറും എല്ലാ ഈ സീരിയലുകളുടെയും മറ്റ് സാധാരണ വാർത്താ അവതരണത്തിൻ്റെ ഇടയിൽ തന്നെ ഉള്ള ഗ്യാപ്പ്, ഈ ബ്രേക്കിങ്ങിൽ, ഈ കൊമേഴ്ഷ്യൽ ബ്രേക്കിങ്ങിൽ ഈ വരുന്ന പരസ്യങ്ങളിൽ പ്രധാനമായും ടെക്സ്റ്റൈൽസും അതുപോലെ ഓട്ടോമൊബൈൽസും പിന്നെ ഈ ഫുഡും ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ 5 വയസ്സ് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഒരു ഒന്നും രേഖപ്പെടുത്താത്ത ഒരു ടേപ്പ് പോലെ ക്ലീൻ സ്ലേറ്റ് ആണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളോടുകൂടി ഈ വളരെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഇപ്പോൾ ചോക്ലേറ്റുകൾ, പുഡിങ്ങൾ, റിഫൈൻഡ് ചോക്ലേറ്റുകൾ, കാർബോഹൈഡ്രേറ്റ്സ്, ഈ വക സംഗതികളെല്ലാം കാണുമ്പോൾ അതപ്പം തന്നെ അവരുടെ തലച്ചോറ് അത് രേഖപ്പെടുത്തപ്പെടും. അതവർ ജീവിതകാലം മുഴുവൻ അത് പിന്നെ ക്യാരി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലൊരു പ്രമുഖ പീഡിയാട്രിഷ്യൻ്റെ ശിശുരോഗ വിദഗ്ധൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുണ്ടായി, ചില രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസ്, ചില രാജ്യങ്ങളിൽ ഈ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഈ ഭക്ഷണത്തിൻ്റെ അനാരോഗ്യകരമായ ഭക്ഷണരീതി വളരെ ചെറുപ്പത്തിലെ തലച്ചോറിൽ ആലേഖനം ചെയ്യപ്പെടുന്ന പരസ്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള ചില നിഷ്കർഷങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നിയമപരമായ നിഷ്കർഷങ്ങളുണ്ട്, നിർബന്ധമാണ്. കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫുഡ് അഡ്വർടൈസ്മെന്റ് നിയമപരമായിട്ട് നിരോധിക്കണമെന്ന് ഒരുപാട് പീഡിയാട്രിക് അസോസിയേഷൻ നിർബന്ധപൂർവ്വം പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നമ്മളെ ഈ സ്വീകരണ മുറിയിലേക്ക് നമ്മുടെ സമ്മതം ഉണ്ടായാലും ഇല്ലെങ്കിൽ ശരി, ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഭക്ഷണങ്ങളുടെ പരസ്യങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതിലേക്ക് എക്സ്പോസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഈ കുട്ടികൾ നമ്മുടെ ആരോഗ്യത്തോടും ആരോഗ്യ സംരക്ഷണ ശീലങ്ങളോടും ചെയ്യുന്ന വളരെ വലിയ ഒരു തെറ്റാണ് അത്. അപ്പം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇനിയൊരു ഇതോട് ബന്ധപ്പെട്ട് വേറൊരു കാര്യമാണ് ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നതും, പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക, ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളറുകളുണ്ടല്ലോ, അത് പലതും ശരീരത്തിന് ഹാനികരമാണ് എന്നും തെളിഞ്ഞ കാര്യങ്ങളും കൂടെ വീണ്ടും വീണ്ടും നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? അത് വളരെ ശരിയാണ് താങ്കൾ സൂചിപ്പിച്ച ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് കളേഴ്സും പിന്നെ കളർ ഫ്ലേവറിങ് ഏജൻസും വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബേക്കറിയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിലാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കളർലെസ് സാധനങ്ങളൊന്നും ആർക്കും വേണ്ട. കാരണം അത്ര നിറം വിട്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവ്ഡ് കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നിറങ്ങളൊന്നും വരില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ലാത്ത കളർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് അധികാരികൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടോ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. ആ കെമിക്കൽ ഏതാണെന്ന് കണ്ടുപിടിച്ചാലേ കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതായത് ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ലാത്ത കളേഴ്സ് പ്ലസ് ഫ്ലേവറിങ് ഏജൻസ്, അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമതായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും മോൾ കൾച്ചർ വരുന്നു, സൂപ്പർ മാർക്കറ്റ് കൾച്ചർ വരുന്നു. എല്ലാ മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭക്ഷണം സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവിധ ഐറ്റംസ്, വിദേശ രാജ്യങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന ഐറ്റംസ് എല്ലാം ഒരുവിധം പാക്കറ്റിൽ കിട്ടുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു സാധനം പാക്ക് ചെയ്തെന്ന് വരുമ്പോൾ തന്നെ അത് റിഫൈൻഡ് ഫോമിലാണ് വരിക. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനുമുമ്പ് ഉണ്ടായിരുന്ന ഒരു ബനാന ചിപ്സ് അല്ലെങ്കിൽ വറുത്തയക്ക ഇടയെന്ന് പറയാം അല്ലേ, അതും ഒരു പാക്കറ്റിൽ വരുന്ന സാധനം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ അറിയാമല്ലോ. ഏകദേശം അതിൻ്റെ മാതിരി തന്നെ ഇപ്പോൾ പൊട്ടറ്റോ ചിപ്സ്, നമ്മുടെ നാടൻ ഒരു ബേക്കറിയിൽ ഉണ്ടായിരുന്ന പൊട്ടറ്റോ ചിപ്സും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഷെൽഫിൽ നിന്ന് കിട്ടുന്ന 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ കിട്ടുന്ന ആ പാക്കറ്റിൽ കിട്ടുന്ന ആ പൊട്ടറ്റോ ചിപ്സും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ട് അതിനകത്ത് ടേസ്റ്റ് എൻഹാൻസേഴ്സ് വളരെ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അതിൽ ഉപ്പുണ്ട്, എണ്ണയുണ്ട്, നമ്മൾ അറിയുന്നേ ഇല്ല. വേറൊരു കാര്യം, നമ്മൾ ബേക്കറിയിൽ നിന്ന് പോയി സാധനം വാങ്ങിക്കാമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 95% അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഐറ്റംസ് ഡീപ് ഫ്രൈഡാണ്. നമ്മളത് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ബ്രെഡ്, ബന്ന്, റസ്ക്, ബിസ്ക്കറ്റ്, എനിക്കൊന്ന് ഈ 4 ഐറ്റം കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടെയുള്ള എല്ലാ ഐറ്റവും ഡീപ് ഫ്രൈഡാണ്. അത് എണ്ണയൊന്നും ഇറ്റിറ്റ് വീഴുന്നില്ല, പക്ഷെ അത് ഫ്രൈ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എണ്ണയുടെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. അപ്പം അറിയാണ്ട് ഓയിൽ കയറുന്നു. പല ഇതേമാതിരിയുള്ള പാക്ഡ് ഫുഡിലും കൊഴുപ്പിൻ്റെ അംശം കൂടുതലെന്ന് മാത്രമല്ല ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പം രക്താതി സമ്മർദ്ദത്തിലേക്കുള്ള എന്താ പറയുക, ചെറുപ്പത്തിലേ ഇങ്ങനെ കഴിച്ച് പോകുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്കുള്ള വഴി തുറന്നു
ഇടുകയാണ്, രണ്ടാമത്തെ ഇഷ്യൂ. മൂന്നാമത്തെ ഇഷ്യൂ, പലതിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അതായത് ഇത് ലോങ് ടൈം ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സും സ്റ്റെബിലൈസേഴ്സ്, ഫിക്സേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വിധത്തിലുള്ള കെമിക്കൽസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പം പാക്കറ്റിൽ നോക്കുമ്പോൾ അതിനകത്തുള്ള കലോറി കണ്ടൻ്റാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റെബിലൈസേഴ്സും വേറുള്ള സാധനങ്ങളൊന്നും നമ്മൾ യാതൊരു വിധത്തിലും അറിയുന്നില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയലിൽ ഇങ്ങോട്ട് വരുന്ന കെമിക്കൽസ് പോലും നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഫുഡും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പല വിദഗ്ധന്മാരും പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഫുഡ് മെയ്ഡ് ബൈ എ പ്ലാന്റ് ഈസ് ഹെൽത്തി, ഫുഡ് മെയ്ഡ് ഇൻ എ പ്ലാന്റ്. അതായത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഭക്ഷണം എപ്പോഴും അൺഹെൽത്തിയാന്നുള്ള കോൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടു നടക്കുക. ഫാക്ടറിയിൽ ഉണ്ടായി പാക്കറ്റിലാണ് അത് വരുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ് അൺഹെൽത്തി ആണെന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ആദ്യം ചെറുപ്പത്തിലെ അതിലാണ് കുടുങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ പാനീയങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ നമ്മളിപ്പോൾ വീട്ടിലത് ജ്യൂസാക്കുന്നു, സിമ്പിളി അത് ജ്യൂസാക്കുന്നു. പഴവർഗ്ഗങ്ങളായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാലേ നമുക്ക് അതിനകത്തുള്ള ഡയറ്ററി ഫൈബർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ മിക്സിയിലിട്ട് അത് ജ്യൂസറിലിട്ട് അടിച്ചിട്ട് അത് അരിച്ചെടുക്കുമ്പോൾ ഈ ഫൈബർ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ നഷ്ടം ജ്യൂസാക്കുമ്പോൾ. രണ്ടാമത് ഇത് പുറത്തുനിന്ന് ഇതേമാതിരി ജ്യൂസ് കഴിക്കുന്നതും ഒക്കെ അതിനകത്തുള്ള എന്താ പറയണ്ട ഹൈജീനിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ പലപ്പോഴും ഒരു സൂചനയുണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സ് കഴിക്കാനും സെക്കൻഡ് ക്വാളിറ്റി ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാനുമാണ് ഉപയോഗിക്കുക. മാർക്കറ്റിലെ ഒരു പൊതു പോളിസിയാണത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ അതുകൊണ്ട് ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വയറ്റിളക്കം ഛർദിയൊക്കെ ചിലർക്ക് വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഓക്കെ, ഇതൊക്കെ ഒരു വിധത്തിൽ ഒരു പരിധിവരെ നമുക്ക് സഹിക്കാം. സിന്തറ്റിക് ആയിട്ടുള്ള പാനീയങ്ങളാണ്. ഓക്കെ, പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പലതും ഫിസി ആയിട്ടുള്ള സിന്തറ്റിക് പാനീയങ്ങൾ ധാരാളം നമുക്കിവിടെ ലഭ്യമാണ്. അതിനകത്ത് പിന്നെ മധുരമുള്ളതും ഡയറ്റ് എന്നുള്ള പേരൊക്കെ ഉള്ളതും ഉണ്ട്. പക്ഷേ മനസ്സിലാക്കാനുള്ളത് അതിനകത്ത് ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാരയല്ല. പഞ്ചസാരയെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യൻ കണ്ടുപിടിച്ച ആറ്റം ബോംബിനേക്കാളും വലിയ ഉപദ്രവകാരിയാണ് ഈ ഷുഗർ. കാരണം ആറ്റം ബോംബ് കൊണ്ട് മനുഷ്യൻ ഇത്ര നാളും ഉണ്ടായ ഉപദ്രവങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ ഉപദ്രവമാണ് ഈ ഷുഗർ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചുകൊണ്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഷുഗറിൻ്റെ മധുരം പോരാഞ്ഞിട്ട് അതിനേക്കാളും മധുരം കൂടുതലുള്ള സുക്രോസ് ആണ് ഷുഗർ. ഫ്രക്ടോസ് എന്ന് പറയുന്ന സാധനം കൂടുതലുള്ള കോൺ സിറപ്പാണ്, അത് കോണിൽ നിന്ന് എടുക്കുന്ന കോൺ സ്റ്റാർച്ചിൽ നിന്ന് എടുക്കുന്ന ഷുഗറാണ് ഈ മിക്ക പാനീയങ്ങളിലും ഉപയോഗിക്കുന്നത്. അത് മധുരത്തിൻ്റെ അളവ് വളരെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഈ വസ്തു ഫാറ്റി ലിവർ, അതായത് കരളിലെ കൊഴുപ്പ് രോഗം വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ്. അതാണ് അതുപോലെ അപ്പം റെഗുലറായിട്ട് ഇതേമാതിരിയുള്ള പാനീയങ്ങൾ കുടിക്കുന്നവർക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാനുള്ള സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അത് പിന്നീട് സിറോസിസിലേക്ക് വരുന്നു, അത് പിന്നെ ക്യാൻസർ ആവുന്നു. അതിൻ്റെ ഒരു അതിൻ്റെ കാരണങ്ങൾ ഈ പരിസരത്തൊക്കെ അന്വേഷിക്കുന്നത് അത് ജീവിതശൈലി രോഗത്തിൽപ്പെട്ട തന്നെയാണ്. അമിത ഭക്ഷണം, വ്യായാമക്കുറവ്, ഇതേപോലെയുള്ള ഭക്ഷണങ്ങൾ. ഇതിൽ ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചപ്പോൾ സാധാരണ പറയും ലോക്കലി അവൈലബിൾ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓസ്ട്രേലിയയിലും വാഷിങ്ടണിലൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ 6-7 മാസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ അതൊരിക്കലും ചീത്തയാവുന്നില്ല. അപ്പം അതിൽ ഉപയോഗിക്കുന്ന ഈ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കാൻ വഴിയില്ലല്ലോ അല്ലേ. പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, പക്ഷെ അതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള അധികാരമായിട്ടൊന്നും പറയാൻ പറ്റാത്ത സീസണൽ ഫുഡ് വരില്ല. ലോക്കലി നേറ്റീവ് ഫുഡ്സിൽ ലോക്കലി അവൈലബിൾ ആയുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ തന്നെ ഓരോ പ്രദേശത്തും ഒരു പ്രത്യേകതരം ഫ്രൂട്ട്സ് വളർത്താൻ പ്രകൃതിയോ ദൈവമോ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് ആ നാട്ടിലെ ആളുകളുടെ ആരോഗ്യത്തിന് ഗുണകരമായിരിക്കും, അതായിരിക്കും അഭിലഷണീയം എന്നുള്ള ധാരണയുടെ പുറത്തായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ആ നാട്ടിലെ ആളുകൾ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം അന്യ നാട്ടിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒരു പക്ഷേ പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള പാഠം കൂടെ ഉൾക്കൊള്ളേണ്ട. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചക്ക മാങ്ങയൊക്കെ ഉപയോഗിച്ചാൽ ഒരു കൺട്രി ആണെന്നും ഈ പുറത്തുനിന്നുള്ള കിവിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് സ്റ്റാറ്റസ് കൂടുതലുള്ളൂ, നമ്മൾ കൺട്രി ആണെന്നും മറ്റേ കൺട്രിയിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് സ്റ്റാറ്റസ് കൂടുതലുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ അപ്പോൾ
മറുപടി പറഞ്ഞില്ല. ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, ഫാസ്റ്റ് ഫുഡ് അതൊരു കൾച്ചർ വല്ലാണ്ട് പടർന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് ആദ്യം തന്നെ നമ്മൾ അറിയണം എന്താണ് ഈ ഫാസ്റ്റ് ഫുഡ് എന്ന്. അതായത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു പാചകത്തിൽ ഒരുപാട് ടൈം എടുക്കും, വളരെ സമയമെടുത്ത് അതിൻ്റെ ചട്ടവട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യുക. അത് കഴിക്കാനും നല്ലപോലെ സമയമെടുത്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ, പെട്ടെന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള ടൈപ്പ് ഓഫ് ഫുഡിനെയാണ് ജനറലി ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് വെക്കുന്ന സ്ഥലത്ത് ഓൾറെഡി ഫുഡ് ഒരു പകുതിയോ മുക്കാൽ ഭാഗം തന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ചെന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ചേർക്കാനുള്ള കുറച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് ബർഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ബ്രെഡ് അവിടെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന സാധനങ്ങൾ പെട്ടെന്നൊന്ന് മൈക്രോവേവിൽ ചൂടാക്കി ബാക്കിയുള്ള ഐറ്റംസും കൂടി ഫിക്സ് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കോൺസെപ്റ്റിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പലപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡ് നമ്മൾ റെഗുലറായിട്ട് മെയിൻ ഭക്ഷണമായിട്ട് കഴിക്കുന്നതിലാണ് ഇഷ്യൂ മുഴുവൻ. അത് പലപ്പോഴും സമീകൃത ആഹാരം ആയിരിക്കില്ല. ഉദാഹരണത്തിന് അതിനകത്ത് ഒന്നുകിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതായത് നോൺ വെജിറ്റേറിയൻ ഇറച്ചിയുടെ അംശമായിരിക്കും വളരെ കൂടുതൽ. 2, കൊഴുപ്പിൻ്റെ അംശം അമിതമായിട്ടുണ്ട്. ചീസും മയനീസും അങ്ങനത്തെ ഐറ്റംസ് വളരെ കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട മറ്റ് ഫ്രൂട്ട്സിൽ നിന്നും അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നും കിട്ടേണ്ട വൈറ്റമിൻസും മിനറൽസും ഒന്നും ഇങ്ങനത്തെ അതിനകത്ത് നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പം വല്ലപ്പോഴെങ്ങാനും ഒരാൾ മാസത്തിൽ ഒരിക്കൽ ബർഗറോ അല്ലെങ്കിൽ മറ്റോ കഴിക്കുന്നത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് ദിവസവും അയാളുടെ മുഖ്യ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ നേരത്തെ സൂചിപ്പിച്ച എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാനുള്ള സാധ്യത. പിന്നെ ഫാസ്റ്റ് ഫുഡിൽ ചിലതിന് ഉപ്പ് കൂടുതലായിരിക്കും, എണ്ണയുടെ അംശം കൂടുതലായിരിക്കും. ഡീപ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ എണ്ണയുടെ അംശം കൂടുതലായിരിക്കും. അങ്ങനത്തെ അപ്പോൾ ഒരേ ടൈപ്പ് ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ ഭക്ഷണത്തിൽ വൈവിധ്യം വേണം. ഇപ്പോൾ ഒരേ ടൈപ്പ് ഫുഡ്, നമ്മുടെ നാടൻ ഫുഡും 365 ദിവസം ഒരേ ടൈപ്പ് ചോറും അതേ കറികളാണെന്നുണ്ടെങ്കിൽ അത് സമീകൃതം നമുക്ക് പറയാൻ പറ്റില്ല. ഭക്ഷണത്തിൽ വൈവിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്നാതെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മടുപ്പ് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരു വൈവിധ്യം വേണം. ഒരേ സാധനം പോലും ആണെങ്കിൽ തന്നെ അതുകൊണ്ട് ഇന്നുണ്ടാക്കിയ കറി ആവില്ല നാളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് മടുപ്പ് വരും. പക്ഷെ ഇതിനോ അനുബന്ധമായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശരിക്കും ഭക്ഷണത്തിന് രുചി നൽകുന്നത് ഭക്ഷണമല്ല, വിശപ്പാണെന്നും കൂടി പണ്ട് പറയാറുണ്ട്. അതും ഒരു പ്രധാന ഘടകമാണല്ലേ. കാരണം നമ്മൾ പലപ്പോഴും വിശന്നിട്ടല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതോ അതിനൊരു കാരണമാണ്. സ്വാഭാവികമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വിശപ്പുള്ളപ്പം എന്തെങ്കിലും കിട്ടിയാൽ മതി, സ്വർഗം കണ്ട മാതിരി ആയിരിക്കും അല്ലേ. അതേസമയത്ത് വിശപ്പൊന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ടേസ്റ്റി സാധനമാണെങ്കിലും പോരാന്നൊരു തോന്നലും ഉണ്ടാവും. മനസ്സിന്റെ അവസ്ഥ വളരെ പ്രധാനമാണ് ആ കാര്യം. അതിനോടനുബന്ധമായി പറയാനുള്ളത്, നമ്മളെ ഈ പല കുടുംബങ്ങളിലും ഈ ചെറിയ കുട്ടികളെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയൊരു പ്രോസസ്സ് അല്ലേ, പ്രോസസ്സിംഗ് ആണ്. ഒരു 2-3 ആളുകൾ മെനക്കെടണത്. പഴയ കാലത്ത് നമ്മൾ നാട്ടുപുറത്തൊക്കെ പറയും ആടിനൊക്കെ മരുന്ന് കൊടുക്കുന്ന മാതിരി. ഒരാൾ പിടിച്ചു വെക്കുന്നു, വേറെ ആൾ പുറകിൽ മൊബൈൽ ഓൺ ചെയ്ത് കാർട്ടൂൺ കാണിക്കുന്നു, മറ്റൊരാൾ ഫീഡ് ചെയ്യുന്നു. അങ്ങനെ 3-4 ആളുകൾ മെനക്കെട്ടെങ്കിൽ നമ്മൾ അപ്പം അവർക്ക് വിശക്കുന്നില്ല. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ ആർക്കും വിശക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഒരു ഫിസിയോളജിക്കൽ ഹങ്കർ ഇപ്പോൾ ആർക്കും ഇല്ല ഇവിടെ. നേരത്തെ പറഞ്ഞ അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണത്തിൽ ധാരാളം കളറിങ് ഏജൻറ്റ്സ്, ഫ്ലേവറിങ് ഏജൻറ്റ്സ്, പ്രിസർവേറ്റീവ്സ്, ഫിക്സേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുമ്പോൾ ഇതിലൊക്കെ കെമിക്കൽസ് ആണല്ലോ. ഈ സാധനങ്ങളെല്ലാം അകത്തേക്ക് സ്ഥിരമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങളായിട്ടുള്ള ലിവർ, കിഡ്നി, ബ്ലഡ് വെസൽസ്, തലച്ചോറിനൊക്കെ ഒരു മാരകമായ പ്രത്യാഘാതം, ക്യാൻസർ അടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെക്കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പലപ്പോഴും ഈ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്തുള്ള എക്സാക്ട് കെമിക്കൽസ് ഇവരുടെ പാക്കറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു പാക്കറ്റ് നോക്കിയിട്ട് ഇതിനകത്ത് ഈ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയാനേ പറ്റില്ല. അവരിപ്പം അതിനകത്തുള്ള കലോറിക് മൂല്യമുണ്ട്, സോൾട്ട് ഉണ്ട്, ഇത്ര പ്രോട്ടീൻ, ഇത്ര കാർബോഹൈഡ്രേറ്റ്, ഇത്ര അതൊക്കെ ഉണ്ട്, വൈറ്റമിൻസ് അതിൻ്റെ ലെവലൊക്കെ ഉണ്ട്, പിന്നെ ലാക്ടോസ് ഉണ്ടോ, ലാക്ടോസ് ഇല്ല, ഗ്ലൂട്ടൺ ഉണ്ടോ, ഗ്ലൂട്ടൺ ഇല്ല, ഇങ്ങനെയൊക്കെ പാക്കറ്റുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രിസർവേറ്റീവിനെ പറ്റിയിട്ട് യാതൊരു വിവരവും നമുക്ക് കിട്ടില്ല. നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്ത ഫുഡ് അഡീറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പോയി ഭക്ഷണം വാങ്ങിക്കില്ല. മനസ്സിലായില്ലേ? അത്ര മാരകമായ വിധത്തിലുള്ള പാർശ്വഫലങ്ങളാണ് അത് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അമേരിക്കയിൽ തന്നെയുള്ളൊരു ശാസ്ത്രജ്ഞൻ പബ്ലിഷ് ചെയ്ത ഒരു ലേഖനം, കാരണം ക്രോൺസ് ഡിസീസ് എന്ന രോഗത്തിൻ്റെ കാരണങ്ങൾ തപ്പി ഞാൻ വായിച്ച് പോയപ്പോൾ അതിലൊരു മുഖ്യ കാരണമായിട്ട് പറയുന്നത് ഫുഡിൻ്റെ പ്രിസർവേറ്റീവ്സും അഡീറ്റീവ്സും ഉപയോഗം തന്നെയായിട്ടാണ് ആ ശാസ്ത്രജ്ഞൻ പറയുന്നത്.
അതിൽ പറയുന്ന വേറൊരു കാര്യം ഞാൻ മുമ്പ് ഇവിടെ വായിച്ചതാണ്. ഇപ്പം മൃതദേഹങ്ങൾ പഴയ മാതിരിയല്ല, പെട്ടെന്ന് അളിയുന്നില്ല, ഡീഗ്രേഡ് ചെയ്യുന്നില്ല. അപ്പം മൃതദേഹം ഒന്ന് സംസ്കരിച്ച് കഴിഞ്ഞാൽ മുമ്പ് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അത് അഴുകി വരുന്നത് ഇപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് കണ്ടമാനം കെമിക്കൽസ് നല്ല ജീവിതകാലത്ത് അടിച്ചു കയറ്റിയതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ ഈ അഴുകുന്നതിന് സമയം കൂടുതലെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലേഖനം മുമ്പേക്ക് വായിച്ചു. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാത്തടത്തോളം നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. സ്വാഭാവിക സാധ്യതയുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭക്ഷണത്തിൽ ഉദാഹരണത്തിന് മത്സ്യത്തിൽ ഇപ്പോൾ അമോണിയ ഇട്ട് വരിക എന്നുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. അമോണിയ അമിതമായിട്ട് ഉപയോഗിച്ച മത്സ്യം വരിക, ഫോർമലിൻ ഇട്ട മത്സ്യം വരിക, ഇതൊന്നും ചെയ്യില്ല. സാധാരണ ഇതിൽ മത്സ്യം വാങ്ങി വീട്ടിൽ പുറത്ത് വെച്ചിരുന്നെങ്കിൽ 4-5 മണിക്കൂർ കഴിയുമ്പോൾ അത് ചീഞ്ഞു തുടങ്ങും. പക്ഷെ ഇപ്പോൾ അതിനൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. തിളങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, നമ്മളിപ്പം ഫാമിങ്, അതായത് ഫിഷ് ഫാമിങ് ഉള്ള അവിടെ അമിത അളവിൽ പിന്നെ ആൻറ്റി ഫംഗൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്, അമിതമായ അളവിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പോൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ ഇതേമാതിരിയുള്ള ഫാമിൽ നിന്നുള്ള ഫിഷാണോ കടലിൽ നിന്നുള്ള ഫിഷാണോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് വില വ്യത്യാസം വരെയുണ്ട്. ഞാൻ കോഴിക്കോട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ടിരിക്കുന്നത്, അവിടുത്തെ ഏറ്റവും വിലക്കുറവുള്ളത് പിന്നെ ഈ ഫാം ഫിഷാണ്. പല ഫാം ഫിഷും അവിടെ വളരെ വില കുറച്ച് കിട്ടും. അതേസമയത്ത് കടലിൽ നിന്ന് പിടിക്കുന്നതിന് നല്ല പൈസ, നല്ല ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ആ ഒരു വ്യത്യാസം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് തോന്നുന്നു. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, പക്ഷെ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ അമിതമായ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം ഇതെല്ലാം ആവാഹിച്ചെടുത്ത മത്സ്യത്തിനാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് തന്നെ അപ്പോൾ രോഗത്തിന് പല ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ അത് ഫലിക്കുകയില്ല. ഇപ്പോൾ AMRൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൽ പ്രധാന ഘടകം പറയുന്നതാണ്. ഈ പൗൾട്രിയിൽ, അതുപോലെ ഡയറി, പാൽ ഉൽപ്പാദന ക്ഷീരമേഖലയിൽ, അതുപോലെ തന്നെ ഈ ഇൻലാൻഡ് ഫാമിങ്ങിലൊക്കെ, ഫിഷ് ഫാമിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഈ ആൻറ്റിബയോട്ടിക് ഉപയോഗം കൊണ്ട് അത് കഴിച്ച് വളരുന്ന മനുഷ്യരിലും ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് വരികയും അങ്ങനെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അയാൾ ചോദിക്കുന്നത് ഫുഡ് ഫാഡിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങളോട് മാത്രമേ താല്പര്യം ഉണ്ടാവുള്ളൂ. അവർ അത് മാത്രമേ കഴിക്കുകയുള്ളൂ. അത് ഒരു തെറ്റിദ്ധാരണയുടെയോ അല്ലെങ്കിൽ മിഥ്യാധാരണയുടെ ഭാഗമായിട്ടായിരിക്കും. അവർക്ക് ആജീവനാന്താലും അത് മതി, അവർക്ക് വേറൊരു വെറൈറ്റി ഫുഡും കഴിക്കാൻ ഇഷ്ടമില്ല. ഓക്കെ, അതിനെ കൊണ്ട് കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ വെറൈറ്റിയിലുള്ള ഒരേ ടൈപ്പ് സാധനം കഴിക്കുമ്പോൾ ആ വെറൈറ്റി വരാത്തതുകൊണ്ട് എല്ലാവിധ സമീകൃതമാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭക്ഷണത്തിൽ വേണ്ടുവന്ന വസ്തുക്കളുടെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം അത് എന്തിനാണ് കഴിക്കുന്നത്, എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത്, ഏത് അളവിൽ വേണം, ഏത് ക്രമത്തിൽ വേണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ മറ്റേത് കാര്യത്തെ പോലെ വളരെയധികം ബോധവാന്മാരാവേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചിലപ്പോൾ ജീവൻ എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജീവിത ശൈലി രോഗം എന്നുള്ളത് മാറിയിട്ട് പിന്നെ രോഗശൈലിയിലുള്ള ഒരു ജീവിതമായിട്ട് മാറാൻ ആണ് ഇത് ഇടവെക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാവുക. അതായത് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന പകരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആവരുത് എന്ന് പറയുന്നത്. ഞങ്ങളെ പഠിക്കുന്ന കാലത്ത് ഈ 1970കളുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് മെഡിസിൻ പ്രൊഫസർ ഞങ്ങളുടെ ഒരു പ്രമുഖ പ്രൊഫസർ പറയുമായിരുന്നു, ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അന്ന് ഭക്ഷണമില്ല, അന്ന് ദാരിദ്ര്യമാണല്ലോ. ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇന്നിപ്പോൾ അത് മാറിയിട്ട് നമ്മൾ ഫുഡ് ഒരു ടോക്സിൻ ആവുന്നു, ഒരു അപകടകാരിയാവുന്നു, നിങ്ങളുടെ നേരത്തെ ജീവൻ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം രോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ വളരെ നിർണായകമായ ഒരു പങ്കാണ് വളരെ സമീകൃതവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു ഭക്ഷണരീതി സ്വായത്തമാക്കിക്കൊണ്ട് ഒരു വ്യക്തി ജീവിക്കാൻ തീരുമാനിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പം ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡിസ്കഷനായിരുന്നു. ഒരുപാട് സന്തോഷം. നമുക്ക് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.